ലക്ഷ്മി ഒന്ന് എണീക്ക്, സമയം എത്ര എന്ന വിചാരം. മോള് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പഠിക്കായിരുന്നു. ഞാൻ ഓഫീസിൽ പോകാനും ഇറങ്ങി. നിനക്ക് ഇതുവരെ എണീക്കാൻ സമയം കിട്ടി? ഞാൻ കുറച്ചേരം കൂടെ കിടക്കട്ടെ പ്രശ്നപ്പെട്ട ഓഫീസിൽ പോകണമെന്നുണ്ടെങ്കിൽ പോയ പോരെ. എന്നെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ഓ, ഇന്നിവിടെ അമ്മയില്ലല്ലോ, അപ്പൊ പിന്നെ തോന്നിയ പാട് തന്നെ. ഹലോ, പറയടാ. എത്തിയോ? ആ, പിന്നെ നീ അമ്മയോട് പറയണം കറക്റ്റ് കാര്യം എന്താണെന്നുള്ളത്. വേദനയൊക്കെ കറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പറയാൻ പറയണം. എന്നാലേ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റൂ. ആ ഇല്ല, കുഴപ്പമില്ല, ആയുർവേദം അല്ലേ. ആ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തിരിച്ചു വിളി കേട്ടാ. ആ, അമ്മയൊക്കെ ഇന്ന് വൈകുന്നേരം തന്നെ എത്തുവോ? അറിഞ്ഞിട്ട് എന്തിന് അത്ര നേരം കൂടെ കിടന്ന് ഉറങ്ങാൻ? പ്രശ്നപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കാണോ? ആ, എന്നാ ഒരു പ്ലേറ്റിൽ ഇങ്ങോട്ട് എടുക്കട്ടെ. എടി വേണമെങ്കിൽ എണീറ്റ് പോയി കളി. നിനക്ക് രാവിലെ ആ സുരഭി ഒന്ന് സഹായിച്ചാ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ? അവൾ ഉണ്ടാക്കണത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ആ, അത്ര ബുദ്ധിമുട്ട് കഴിക്കാൻ അവളുണ്ടാക്കണത് ഇരുമ്പോലൊക്കെ ഉരുക്കൊന്നുമല്ലല്ലോ. ഞാൻ നല്ലപോലെ കഴിക്കും. എടി വാ തുറന്ന അവളെ കുറിച്ചുള്ള കുറ്റം മാത്രമേ നീ പറയൂ. എന്നാ അവൾ ഉണ്ടാക്കണ കഴിക്കാൻ ഒരു പ്രശ്നമില്ല. അതെ, നിങ്ങൾ എന്നെ അന്തസ്സായിട്ട് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ അടുക്കള പണി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. അങ്ങനെ ഞാൻ അടുക്കള പണി ചെയ്ത് കഴിഞ്ഞാൽ അവള് ഞാൻ തമ്മിൽ എന്താ വ്യത്യാസം? എടി അവക്ക് പഠിപ്പ് ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ ആളുകളടുത്ത് പെരുമാറാനും സ്നേഹിക്കാനും ഒക്കെ അവക്കറിയാം. നിനക്കാ കുറ്റവും കുറവും കാണാൻ മാത്രം അറിയാം. പ്രശ്നപ്പെട്ട രാവിലെ ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. എന്റെ വായിന്ന് വെറുതെ കേൾക്കാതെ പോവാൻ നോക്ക്. പിന്നെ പല്ല് തേച്ചിരുന്നെങ്കിൽ പിന്നെ നല്ല കാര്യങ്ങളാണല്ലോ വരണത്. ദേ, ഞാൻ ഒരു കാര്യം പറയാം. ദേവി ചെയ്ത് അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആരടുത്തും അടി ഉണ്ടാക്കാൻ പോയി. പറ്റുമെങ്കിൽ ഈ മുറി വിട്ട് പുറത്തു പോവാതിരിക്കാം അപേക്ഷയായിട്ട്. എന്നെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് ഈ റൂമിനുള്ളിൽ അടച്ചിടാനല്ലേ? നടക്കത്തില്ല പ്രശോഭേട്ട. എന്നെ മെക്കിട്ട് കയറാൻ വന്നവരെ ഞാൻ വെറുതെ വിടത്തില്ല. തല്ലാൻ വരുന്നവരെ തല്ലണം, കൊല്ലാൻ വരുന്നവരെ കൊല്ലണം. അങ്ങനെ എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഡയലോഗ് ഞാൻ ഏതോ സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലോ. ആണാ? എനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് ചോദിക്കുമ്പോ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ആ സിനിമ ഏതെന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കും. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. പോയാ? എന്തിനാ ആലോചിച്ച് ബ്രെയിനിന് വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന സമയം ഉള്ളതുപോലെ കിടന്നുറങ്ങും. ഫോൺ കളഞ്ഞ്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാ മൊഴി കേട്ടാ. സുരഭി, 2 ദോശ ഇട്ടുണ്ടോ? അയ്യോ, മുന്നിരിക്കല്ലേ, അങ്ങോട്ടെടുത്തിട്. കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. ഈ സംഗീത കച്ചേരി ഒന്ന് നിർത്തണമായിരുന്നേ. ഈ കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു സന്തോഷം രണ്ടുപേരുടെ മുഖത്തും ഉണ്ട്. അതിൻ്റെതായ ഒരു അഹങ്കാരം അവളുടെ മുഖത്ത് കുറച്ചധികം കാണുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കൊച്ചമ്മ രണ്ടുപേർക്ക് നല്ല ഒരു ജോലി ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. എന്ത് ജോലി? അതായത് വീട് മൊത്തം അടിച്ചു വാരി തൂക്കണം, പിന്നെ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിടണം. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണോ? പിന്നെ അല്ലാതെ ഞാൻ ചെയ്യണോ? കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പോ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാന്ന് വിചാരിച്ചല്ലേ? അതിന് നടക്കൂല. കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പോ രണ്ടുപേരും വഴക്കൂടുമെന്ന് കൃത്യമായിട്ടും കൊച്ചമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു പണി തന്നിട്ട് അങ്ങ് പോയത്. അതെ, തമ്മിൽ തല്ലുമ്പോ ഓർക്കണോ ഇങ്ങനെ പണി കിട്ടുമെന്ന്? ആരാടി തമ്മി തല്ലിയേ? നീ അല്ലേ ഞാൻ വെറുതെ ഇരിക്കാൻ നേരത്ത് കുരു 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 ചൊറിഞ്ഞോണ്ട് വരിക. പിന്നെ എനിക്ക് അതല്ലേ പണി. നീ അതന്നെ ചെയ്യാ. ഞാൻ ഒരു വഴക്കുണ്ടാക്കാൻ ഞാൻ വരത്തില്ല. പണി എന്നിട്ട് പോയത് കണക്കായി പോയി, കണക്കായി പോയി. എന്താ കണക്കായി പോയത്? അയ്യോ ഈശ്വരോ, വഴക്കൂടുന്ന് വിചാരിച്ചിട്ടാണ് ഒരു പണി തന്നിട്ട് പോയത്. ഇപ്പൊ ആ പണി വലിയൊരു പണിയായി. നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു തീരുമാനം എടുക്കും. അപ്പൊ മുത്തോളെന്തേ റെസ്റ്റ് എടുക്കോ? ഞാൻ പാചകം. എന്തൊരു എളുപ്പം. നിങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആഹാരം വേണ്ടേ? നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം തീരുമാനിക്കണം. ഒരാൾ അകം പണി, വേറെ ആൾ പുറം പണി. ആരൊക്കെ എന്തൊക്കെ ചെയ്യും? ഞാൻ ആദ്യം പറഞ്ഞു ഇല്ല. തല വീഴണമെങ്കിൽ സുരഭിക്ക്, വാല് വീഴണമെങ്കിൽ ലക്ഷ്മി. എനിക്ക് തല മതി. തല തല തല. ഇത് തലക്കറി വെക്കല്ല. ശരി ശരി, സമ്മതിച്ച്. തല വീണ് കഴിഞ്ഞാൽ ലക്ഷ്മി കുഞ്ഞിന്, വാല് വീണ് കഴിഞ്ഞാൽ സുരഭിക്ക്. അവക്ക് ഇച്ചിരി പാല് കൂടുതലാണ്. അയ്യോ, ഈ ഊളക്കമ്പടി പറയാനാണ് തലയെടുത്തത്. ഇടയ്ക്ക് ഞാനും ഊളക്കമ്പടി അടിക്കട്ടെ, നിനക്ക് മാത്രം അടിച്ചാൽ മതിയോ? ശരി, ഇടാൻ പോവേണേ. രണ്ടുപേരും കണ്ടോണം. കുറച്ച് മുന്നോട്ടൊന്നേ, നിങ്ങള് കള്ളക്കളി കാണിക്കും. കണ്ട
ഫൗള്, 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 ഫൗള്. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. വാല് ഇല്ല, താഴെ. ഇല്ല, പാല് വേണ്ട, വാല്. പാല് പറ്റൂല. ഇത് മാറ്റാം. ആ. ചെയ്തോ അപ്പൊ ഞാൻ പണി തുടങ്ങിക്കോ വേഗം ആവട്ടെ. കഴിച്ചിട്ട് നോക്കിയാ മതി മതി. മതി കഴിച്ചിട്ട് നോക്കാം. ഓ എന്റെ പൊന്നോ. പെണ്ണുപിള്ളേ പോയി ചൂലെടുത്ത് ജോലി ചെയ്യാൻ നോക്ക്. പെണ്ണുപിള്ള നിന്റെ അമ്മ. തന്നെ വലിയ കാര്യമായി. ആ, കാര്യമായി പോയി. വല്ലാത്തൊരു പണിയായി പോയമ്മേ. അമ്മ ഇന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സൂചിച്ചിരിക്കാന്ന് കരുതിയതാ. അപ്പൊ കൊണ്ട് 8ന്റെ പണി തന്നിട്ടാണ് അമ്മ പോയത്. സുരഭിയോ? അവള് കൊണ്ട് AC റൂമിനകത്ത് ഇരുന്ന് സൂചിച്ച് പണി ചെയ്യാം. അമ്മയുടെ കുരുട്ട് ബുദ്ധിയിൽ എന്തേലും ഒരു വഴി പറഞ്ഞു അമ്മേ, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ ചെയ്താ മതിയാ? ഓ എന്റെ ചക്കരമ്മ. ഓക്കെ ബൈ. നാശം പിടിക്കാൻ ആരും കാണുന്നില്ലല്ലോ. മണിക്കൂർ ഒന്നായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരാൾ ചത്ത് കിടന്ന പോലും അറിയില്ലേ. മഴയും വരുന്നുണ്ടല്ലോ. ഓ അമ്മയുടെ ഒരു ഒടുക്കത്തെ ഐഡിയ. എപ്പോഴും പണി വാങ്ങിച്ചു കൂട്ടുന്ന. ആരെങ്കിലും കാണുന്നിടത്ത് പോയി കിടക്കാം. ഒരൊച്ചയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ വൈകുന്നേരം വരെ ആയാലും ആരും വരത്തില്ല. അയ്യോ ആ ഇത് എവിടെ നിന്ന് ഒച്ച കേട്ടത്? ഈ ഭാഗത്തുനിന്ന് എവിടെ നിന്നാണ്? അത് എവിടെ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വല്ല തേങ്ങ വീണതാണ്? തേങ്ങ കടത്തല്ലേ, വീഴില്ലല്ലോ. ചക്ക വീണ ശബ്ദമാണ് കേട്ടത്. ഉണ്ടെങ്കിലേ ശബ്ദം വാട്സപ്പിന്റെ ലൊക്കേഷൻ അയച്ചു. ഞാൻ ഇവിടെ കിടക്കണമെന്ന് അറിയാം. എങ്ങനെ അറിയിക്കും അത്? ഇത് ലക്ഷ്മി കുഞ്ഞല്ലേ? ലക്ഷ്മി കുഞ്ഞല്ലേ ഇത്? ശരിയാണ്. ഇവരെന്താ ഇവിടെ കിടന്ന് ഉറങ്ങണ? പാവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങായിരുന്നു. തന്നെ അല്ല കിടക്കട്ടെ. അല്ലേ ഭൂതൊക്കെ കിടക്കുന്ന ഈ പിശാചുക്കളോട് എങ്ങനെ പറയും? ഇവിടെ വന്നു ഉറങ്ങി. അല്ല മുത്തുവണ്ണ, എനിക്ക് തോന്നുന്നില്ല ഉറങ്ങാണെന്ന്. ഇത് ബോധവെല്ലാം പോയതാണോ എന്തോ. നോക്കിയാണ് ഇത്തിരി വെള്ളം എങ്ങെടുത്തോണ്ടോ? വെള്ളം എന്റെ കയ്യിലിരിപ്പുണ്ട്. അയ്യോ ബോധം കിടന്ന് നേരത്തെ അറിയായിരുന്നാ? വെള്ളമൊക്കെ വെച്ചോണ്ടാണ്. ടാസ്കാണ്, ചൂടാണ് തന്നെ. അല്ല അല്ല തണ്ടോളാം. ലക്ഷ്മി കുഞ്ഞേ, ലക്ഷ്മി കുഞ്ഞേ. അയ്യോ ഞാനിത് എവിടാ? വീട്ടില്. ആണോ? മൊത്തം സുരവി. അയ്യോ ബോധം എന്തോ കിട്ടിയത് കുഞ്ഞേ? കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി മുത്തോണ്ണ. ബോധം പോയി. ലോ പ്രഷറിന്റെ നോക്കുമ്പോ പിന്നെ എവിടെയാ? ലോ പ്രഷറിന്റെ ആയിരിക്കും. ഏത് ലാപ്രസ്? ലാപ്രസ് അല്ല, ലോ പ്രഷറിന്റെ ആയിരിക്കും. എങ്ങനെ കണ്ണില് ഇരുട്ട് കയറുന്ന പോലെ തോന്നി. പിടിക്കോ? പതുക്കെ പതുക്കെ. ഇപ്പൊ ബോധം പോയത്. അയ്യോ ഓ കണ്ണ് തുറന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നാ? കണ്ണ് തുറന്നപ്പോ ഇവിടെ, അടഞ്ഞപ്പോ ഇവിടെ തന്നെ. അടഞ്ഞപ്പോ ഇവിടെ തന്നെ. ഇനിയിപ്പോ ചേച്ചി ജോലിയൊന്നും ചെയ്യണ്ട, നമ്മള് ചെയ്തോളാം. പോയി റെസ്റ്റ് എടുക്ക്. നീ ചെയ്തോളൂ. ആ അയ്യോ സുരഭി നിങ്ങൾ വരുന്നില്ല? അയ്യോ, വരുന്നു. ആ എന്നെ കൊണ്ടുപോയി കിടത്തണേ. ജോലിയൊക്കെ ചെയ്തോളൂല്ലോ. ആ ചെയ്തോളാം. അങ്ങനെ. 6 p.m. Leaves at 8 p.m. അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മയ്ക്ക് ചെറിയൊരു തലയിറക്കാം മക്കളെ.
ആണോ അമ്മ? ഇല്ല മോനെ, വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമില്ലെങ്കിൽ വീണ്ടും ചെന്ന് ജോലി ചെയ്യ്. ഒരു ആലങ്കാരികമായിട്ട് പറയാൻ സമ്മതിക്കത്തില്ലേ നിങ്ങൾ? അലങ്കാരിയാണെങ്കിൽ കുഴപ്പമില്ല. പതുക്കെ പതുക്കെ ദാ, ഇവിടെ ഇരി, ഇവിടെ ഇരി. പതുക്കെ പതുക്കെ ഇരുന്നോ ഇരുന്നോ. ചാരി കിടന്നോ, അശ്ശോ. ഫോൺ കിട്ടാം. ഇവിടെ ഇരിക്കണേ ചേച്ചി, ഇവിടെ റെസ്റ്റ് എടുത്തോ. ജോലി നമ്മൾ രണ്ടുപേരും കൂടി ചെയ്തോളാം. നോക്കിക്കോളാം. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. വെള്ളം വേണോ അമ്മ? വേണ്ടടാ. പിങ്കി മോളെ, അമ്മയുടെ തന്നെ ഇരിക്കണം കേട്ടാ, വേറെ അടുത്തും പോവരുത്. ശരി ചെറിയമ്മ. വാ. മോളിലോട്ട് ആദ്യം പോമോ? അല്ല, ഇത് ഞാൻ കൊണ്ട് ഇട്ടിട്ട് കേട്ടോ. അപ്പൊ ഞാൻ മോളിൽ നിൽക്കാം. ആ കുറവുണ്ടോ അമ്മ? ഉണ്ടോ? കിടന്നോ? ആ. ദാ. കുഴപ്പമില്ലല്ലോ. എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കും. ഉഫ്. അവക്ക് പുറംപണി ചെയ്യാൻ പറ്റില്ല അല്ലേ? രണ്ടും കൂടെ ഞാൻ ജയിച്ചില്ലേ? ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവളെ കേക്കേണ്ട. അമ്മ വിളിക്കട്ടെ. എടുക്കണില്ലല്ലോ. അമ്മേ. അയ്യോ അമ്മേ, അമ്മ എനിക്ക് പറഞ്ഞ ഐഡിയ ഏറ്റ്. അവളിപ്പോ അകത്തെ പണി എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരിക്കുക. അതൊരു കാണേണ്ട കാഴ്ചയായിരുന്നു അമ്മേ. അങ്ങനെ പുറത്തെ പണിയാ, അതും അവള് തന്നെ ചെയ്യും. ചെറിയമ്മ വാ, പതുക്കെ. അമ്മേ, അവളൊരു വേലക്കാരിയെ പോലെ പണിയെടുക്കുന്നത് കാണാൻ എന്റെ അമ്മയ്ക്കും ആഗ്രഹമില്ലേ? ആ, എന്നാ വേഗം ഒരുങ്ങി വാ, അത് അമ്മയ്ക്ക് നേരിട്ടങ്ങ് കാണാം. കൊച്ചുകൾക്ക് വേഗം. അയ്യോ, ക്ഷീണം ക്ഷീണം ക്ഷീണം. ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള ചതിയാണ്. ഇതെങ്ങനെ കൊച്ചമ്മ അറിയിച്ചേ പറ്റുള്ളൂ. ഞാൻ ചെന്ന് അറിയിക്കട്ടാ? വേണ്ട മുത്തുവണ്ണ, അത് ഇത് അമ്മയെ അറിയിക്കണ്ട. അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം മുത്തുവണ്ണ. ഇത് സുന്ദാമേനോന്റെ പണിയാണ്. അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എന്തിനും സുരഭിയുടെ കൂടെ ഞാൻ ഉണ്ട്. ആ പ്രശോഭണ്ണ, My mother dash cooked biryani and you call yesterday was cooking. നിനക്കെന്തോ പറ്റി? പ്രശോഭേട്ടൻ എന്താ ഇവിടെ? നിനക്ക് വയ്യെന്ന് പറഞ്ഞ് സുരഭി വിളിച്ചിരുന്നു. എനിക്കെന്നെ കുഴപ്പമൊന്നുമില്ല. അല്ല അച്ഛാ, അമ്മയ്ക്ക് തീരെ വയ്യ, തല ചുറ്റി വീണു. ആണോ? ആ ആ, ചെറുതായിട്ടൊന്ന് വീണു, അത്രേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയില്ലേ കുഞ്ഞെ. എന്റെ പൊന്നു കുഞ്ഞെ, വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് ഓടിച്ചത്. ബോധമില്ലായിരുന്നു. സത്യം, അവിടെ ചെന്നപ്പോ വാഴത്തട വെട്ടിയിട്ട് പോലും കണ്ട മനുഷ്യ സൈക്കിളിലെ പൊന്നെ. പാവം, ലോ പ്രഷർ എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്താ സുഖം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയരുത്. പല വലിയ രോഗങ്ങൾക്ക് ഒരു ലക്ഷണവും കാണിക്കൂല. ദൈവമേ കാത്തോണേ. പ്രശോഭണ്ണ, ഒരു ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടാ. ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞതിന് മുന്നേ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ. അത് ശരിയാ അച്ഛാ, നമുക്ക് എന്താ കാര്യമെന്ന് അറിയാലോ. നീ എന്താ പറയണത്? വാ, നമുക്കൊരു ചെക്കപ്പ് ചെയ്യാം. നമുക്ക് ഒരു ട്രിപ്പ് കൊടുത്താൽ മാറും. ട്രിപ്പിട്ട കയ്യിൽ സൂചി വെക്കൂലേ? അല്ലെ സൂചി വെച്ചിട്ടേ ട്രിപ്പ് കൊടുക്കാൻ പറ്റൂ. നരപ്പിൽ ചെറുതായിട്ട് ഇങ്ങനെ. ഇല്ലില്ല, ട്രിപ്പിട്ട എനിക്ക് വേദന എടുക്കും, എനിക്ക് പേടി. എനിക്ക് അയ്യേ
നീ ഇത്ര സില്ലി ആവല്ലേ ലക്ഷ്മി. പ്രശോഭേട്ട എനിക്ക് ഒരു കുഴപ്പമില്ല. പ്രശോഭേട്ടൻ അറിയാലോ എനിക്ക് സൂചി പേടിയാണെന്നുള്ളത് അറിയാലോ. അയ്യോ ഞാൻ പോയപ്പോ ഉള്ള നിന്റെ മുഖമല്ല ഇപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും മുതൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞതിന് മുന്നേ കൊണ്ടുപോകണം. അതെ, ലക്ഷ്മി കുഞ്ഞിന്റെ അല്ലല്ല, ആ കണ്ണിന്റെ ഭാഗം നോക്ക്, ചെറിയ തടുപ്പ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അവളടുത്ത്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോവാ അച്ഛാ. അതെ അതെ അതെ, എഴുന്നേക്ക് പോ പോ, പോ. അയ്യോ പ്രശോഭേട്ട വേണ്ട, നീ എനിക്ക് കൂടെ വാ. കുഴപ്പമൊന്നുമില്ല. ശരി നീ ഇവിടെ പെട്ടെന്ന് വന്നോ. കൊണ്ടുപോവാ. വാ. വേണ്ട പ്രശോഭേട്ട. വാ ലക്ഷ്മി ഇങ്ങോട്ട്. പോ ചേച്ചി ഒന്ന്. നീ ഇങ്ങനെ വാ, അച്ഛാ. കൊച്ചുകുട്ടികളെ പോലെ കാണിക്കില്ലേ? വന്നേ. വേണ്ടെന്ന്. പോട്ട്, പോട്ട്, അയ്യോ. പോട്ട്, പോട്ട്. വാ. ഫോൺ അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. എന്തായാലും ഭാഗ്യം ഫോൺ കൊണ്ടുപോകാത്തു. എന്തായാലും മോക്ക് പണി കൊടുത്തു. ഇനി ആർക്കാ? തള്ളക്ക് അതെ, വരട്ടെ. സുനിതാമയ്ക്ക് കൂടെ കൊടുക്കണം. പറഞ്ഞല്ലോ ഓ ഓ വരുന്നുണ്ട്. ഉണ്ടായിരുന്നു ഉണ്ടായി. ആ എന്താ രണ്ടും കൂടെ മിഴക്കേസിയാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത്? രണ്ടും അടുക്കള ജോലിയൊന്നും ഇല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, ഇങ്ങോട്ട് വാ. ആകെ മനോവിഷമത്തിലാ ഞങ്ങള്. മനോവിഷമത്തിനോ? അതിനിടെ നിന്റെ സ്വർണ്ണം വരെ എടുത്തോണ്ട് പോയോ? സ്വർണ്ണം എടുത്തോണ്ട് പോയെങ്കിൽ എന്ത് വേണം? അത് കൊണ്ടുപോയത് കള്ളനാണ് എന്നെങ്കിലും വിചാരിക്കാം. ഇത് അതല്ലല്ലോ. എന്തുവാടാ? എന്താന്ന് വെച്ചാ കാര്യം പറഞ്ഞീ. വേണ്ട മുത്തോണ പറയണ്ട. അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കുന്ന നിപ്പണില്ലേ, മിണ്ടായിരിക്കുന്നു. ചാച്ചി ഞാൻ പറയാൻ ചേച്ചി, നമ്മളിവിടുത്തെ കൊച്ചമ്മയല്ലേ, കൊച്ചമ്മയ്ക്ക് കോടിക്കണക്കിന് വിലയുള്ള ഒരു വജ്രമാല ഉണ്ടായിരുന്നേ. ആ മാല വീഷു കുഞ്ഞിനും സുരഭിക്കും കൂടെ ഒരു ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞിട്ട് വാവിട്ട് ചോദിച്ച് വാങ്ങിച്ചോണ്ട് പോയി. കൊടുത്തു പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നോണ്ട് കൊടുക്കണ്ടേ, അത് കൊടുത്തില്ല. അതിൽ നിന്നൊരു കല്ലേ കളഞ്ഞുപോയി. അയ്യോ, അത് എന്നാ വില വരുന്നതാ? അതിനൊരു 50 ലക്ഷം രൂപ. അതിൽ കൂടുതൽ വരും. അപ്പൊ 1 കോടി അടുപ്പിച്ച് വരും. എന്തോ ചെയ്യൂന്ന് പറ. അതിപ്പോ എവിടാ പോയത്? എവിടെ പോയെന്ന് നമ്മളിങ്ങനെ അകത്ത് മൊത്തം നോക്കി അങ്ങോട്ട്. ഞാൻ അകത്തൊക്കെ നോക്കി, ഇനി പുറത്തും കൂടെ നോക്കാം. പുറത്തും കൂടെ നോക്കാവുള്ളൂ, മുറ്റവും കൂടെ നോക്കാവുള്ളൂ. ഇന്ന് കൊച്ചമ്മ വരുന്നതിനകത്ത് ഇത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സുരഭ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. അയ്യോ എനിക്ക് പേടിയാവും. ഒന്നും പേടിക്കണ്ട, എന്തായാലും പറഞ്ഞു വിടും. അപ്പോ ആ കല്ല് കിട്ടിയില്ലെങ്കിൽ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ആ കല്ല് എന്റെ കയ്യിൽ കിട്ടണം. കിട്ടിയാല് ഈശ്വര ലക്ഷങ്ങളാണ് വില. പിന്നെ എനിക്ക് ലാവിഷായിട്ട് അങ്ങ് ജീവിക്കാം. എന്ത് ചേച്ചി ആലോചിക്കുന്നേ? എന്താ ആലോചിക്കുന്ന? എന്തേ? എടാ ഞാൻ ഇവിടെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അവസ്ഥ. എനിക്ക് ഒരു കൊച്ചുള്ളതല്ലേ, അതെ. വിഷമിക്കണ്ട. കുറിക്കാത്തൊന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? നീ ഒരു കാര്യം ചെയ്, ചൂലും തൂത്താരും എടുത്തോണ്ട് വാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നിട്ട് കേട്ടാ, ഞാൻ ഇവിടെ ഇല്ലെന്ന് നോക്കാം. എടുത്തിട്ട് വാ. അല്ല ആന്റി അല്ലേ? വേഗം വാ. അത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളു ബാഗ്. മോളെ ഈ പൈസ അങ്ങോട്ടൊന്ന് വെച്ചേരടി. ഒന്നും ഇല്ലല്ലോ അല്ലേ? വണ്ടിക്കൂലി കൊണ്ടുപോ. തൂത്തുവാരി വേണോടാ? ഞാൻ അകത്തുണ്ട്, ഞാൻ അകത്തും കൂടെ നോക്കാം. അവളൊരു വേലക്കാരിയെ പോലെ പണിയെടുക്കുന്നത് കാണാൻ എന്റെ അമ്മയ്ക്കും ആഗ്രഹമില്ലേ? ആ എന്നാ വേഗം ഒരുങ്ങിവ, അത് അമ്മയ്ക്ക് നേരെ തന്നെ കാണാം. അച്ഛാ വാ. നടക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് അണ്ണാ? കുഴപ്പമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് നാളെ കിട്ടും. എന്റെ പൊന്ന മുത്തങ്ങളെ, സൂചി വെക്കാത്ത എന്റെ അമ്മ എന്തൊരു നിലവിളിയായിരുന്നു. ആണോ? അന്നേരം പറഞ്ഞല്ലേ സൂചി പേടിയാന്ന്. ഞാൻ കേട്ടതാ. വേദനിച്ചിട്ടായിരിക്കും അല്ലേ? പിന്നെ വേദന കിടക്കണം. കിടക്കാം. കിടക്കാം. വാ, വാ. പതുക്കെ.
അതൊക്കെ ആഹാ അല്ലോ ഇല്ലൊരു മാങ്ങാത്തോലേ ഇല്ല അമ്മേ. അല്ല സുരഭി ഇതെന്തോ അതെ, സുനിത കൊച്ചമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധ, ഈ വീടിന് ചുറ്റും ഒന്ന് വൃത്തിയാക്കി ഇടണോന്ന്. അതെ. എന്റെ അമ്മയ്ക്ക് എന്തിട്ട് തലയ്ക്ക് സുഖമില്ലേ? ഇന്നലെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇന്നിനിപ്പൊ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. മുത്തു ഇച്ചിരി വെള്ളം കൊണ്ട് തട. ഓ, വെള്ളം എടുക്കാം. എനിക്ക് കണ്ണിനകത്ത് ഇരുട്ട് കയറുന്നത് പോലെ തല കറങ്ങുന്ന എനിക്ക് തീരെ വയ്യ. പ്രഷറായിരിക്കും. തന്നെ 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 ഇവിടെ എല്ലാവർക്കും ലോ പ്രഷറാ. ഇതിപ്പം ലോ പ്രഷറിന്റെ സീസൺ ആണ് അല്ലേ? എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, എനിക്ക് തീരെ വയ്യ. കുഞ്ഞെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ, വേഗം ആവട്ടെ. ഒരു ട്രിപ്പ് എടുത്താ മതി. മതി. എനിക്ക് വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. അല്ല ഉറുമ്പടിക്കുന്ന വേന ഉണ്ടാവും. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ, ഞാൻ ആശുപത്രി കൊണ്ടുപോയി. എനിക്ക് വയ്യ. ആശുപത്രി കൊണ്ടോ, ആശുപത്രി അയ്യോ, കൊണ്ടോ. എനിക്ക് വയ്യ. രണ്ടാമത്തെ ട്രിപ്പ് പോട്ട്. ഒന്ന് എണീക്കോ? ചേച്ചി റെസ്റ്റ് എടുത്തോ. കയ്യില് പതുക്കെ പതുക്കെ ഒന്ന് പിടിക്കോ? പതുക്കെ. അമ്മ ഞാൻ പൊക്കി തരാം. അമ്മാ. പതുക്കെ. ഓ, എനിക്ക് തല കറങ്ങുന്നടാ. ആ കുഴപ്പമില്ല, മാറും മാറും. പാവം. പതുക്കെ അയ്യോ, പതുക്കെ പതുക്കെ. ആ. വണ്ടി എടുത്തു പോട്ടെ, പോട്ടെ. ഞാൻ ഇവിടെ ഉണ്ട്. ആ പാവം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.